ഇപ്പോഴേ നമ്മൾ വീണ്ടും നമ്മുടെ റോയൽ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അതായത് പുത്തൂർ റോയൽ പാർക്കിൻ്റെ ഫ്രണ്ടിൽ ഇതേക്കാണ് നല്ല റോഡ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് പറയുന്നത് നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ പുത്തൂർ അമ്പലം ഉണ്ടല്ലോ, ഈ പുത്തൂർ ക്ഷേത്രം കഴിഞ്ഞിട്ട് നേരെ കുറച്ച് ഒരു 100 മീറ്ററോട് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു UP സ്കൂൾ വരുന്നുണ്ട്, LP സ്കൂൾ. അതിന് നേരെ ഓപ്പോസിറ്റിലാണ് ഈ കാണുന്ന ഫ്ലാറ്റിലേക്കുള്ള റോഡ് വരുന്നത് കേട്ടോ. ആ റോഡ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന പുതിയ റോഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു മുതലാണ് നമുക്കൊന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നമുക്കൊരു 5.35 സെൻറ്റ് സ്ഥലവും 2500 സ്ക്വയർ ഫീറ്റിലൊരു ബിൽഡിംഗ് ആണ് കേട്ടോ ശരിക്കും വിൽപ്പനയ്ക്ക്. ശരിക്കും നമുക്കൊരു താഴെ ഒരു ഫാമിലിക്ക് താമസിക്കാം, മുകളിലൊരു ഫാമിലിക്ക് താമസിക്കാം. മുകളിലേക്കുള്ള പെർമിഷനും കൂടെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ്ടോ, മലമ്പുഴയുടെ കണക്ഷൻ 3 വാട്ടർ ലൈൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി നമുക്കൊരു 3 എണ്ണം ചെയ്തിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ നല്ലൊരു വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും താഴെ നമുക്ക് താമസിക്കാനും പറ്റുന്ന രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. 5.35 സെൻറ്റാണ് സ്ഥലം വരുന്നത്. ഇതാണ് നമുക്ക് റോഡ് വരുന്നത്. അതായത് നേരെ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ പുത്തൂർ അമ്പലം കഴിഞ്ഞ് കുറച്ച് വന്നു കഴിഞ്ഞാൽ വരുന്ന റോഡുണ്ട്. ആ റോയൽ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന റോഡ്, ഈ റോഡ് എന്ന് പറയുമ്പോൾ 2 ആൾക്കാർക്ക് മാത്രമാണ് അതിൽ അവകാശം കേട്ടോ. അതിന് ഈ ഒരു ഫീൽഡിലോട്ടും അതുപോലെ തന്നെ ഇതിലേക്ക് മാത്രമാണ് അവകാശം. അപ്പോൾ നമുക്ക് ഇൻ കേസ് നമുക്ക് വാഹനങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ നിർത്തുകയൊക്കെ ചെയ്യാം കേട്ടോ. ആരും ചോദിക്കാനൊന്നും വരില്ല, കാരണം അവർക്കും നമുക്ക് മാത്രമാണ് ഇതിനകത്ത് അവകാശം വരുന്നുള്ളത്. ശരിക്കും കണ്ടോ, ഈ സൈഡിലോട്ടാണെങ്കിൽ നമുക്കൊരു 2 3 കാറൊക്കെ സുഖമായിട്ട് കണ്ടോ, നല്ല സ്പേസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 3 കാറൊക്കെ സുഖമായിട്ട് ഇവിടെ നിർത്താം. അപ്പോൾ അത്രയും നല്ല സൗകര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വെള്ളത്തിൻ്റെ സോഴ്സ് ആണെങ്കിൽ നമുക്ക് മലമ്പുഴയുടെ വാട്ടർ കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ വെല്ല് കിണറുണ്ട്. ഞാൻ കിണർ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാണോ, ഇതെന്ന് വെച്ചാൽ ഇതെങ്ങോട്ട് വരും, ഇത് നമുക്ക് മുകളിലേക്കുള്ള ഒരു അപ്സ്റ്റെയർ ആണ് കേട്ടോ. ശരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന 2 രീതിയിലാണ്. ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടോ ഓപ്പറേറ്റ് ചെയ്തിട്ട് നേരെ മുകളിലോട്ട് പോകാം. അതായത് താമസമോ കാര്യങ്ങൾ മുകളിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാമിലിക്ക് ഒറ്റ വീടായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ നിന്നും കട്ട് ചെയ്ത് പോകാം. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സിറ്റൗട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 4 സൈഡിലും കോമ്പൗണ്ട് വാൾ ഉണ്ട് കേട്ടോ. പിന്നെ കണ്ടോ, മുറ്റത്തൊക്കെ ഇവിടെ ചെറിയ വാഹനങ്ങളിൽ നമ്മുടെ ആൾട്ടോ ഇയോണ് പോലെയുള്ള വാഹനങ്ങളൊക്കെ സുഖമായിട്ട് ഒരു 2 കാറൊക്കെ സുഖമായിട്ട് ഈ ഒരു ഭാഗത്ത് നിർത്താം. അപ്പം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഓപ്പൺ കിണറാണ് കണ്ടോ, ഇതിനകത്ത് വരുന്ന ഓപ്പൺ കിണറാണ് കേട്ടോ. ശരിക്കും നല്ല ഇഷ്ടികയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചുറ്റും ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവരെന്ന് വെച്ചാൽ ഇത് കൊടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓണർ താഴെ അവർ താമസിച്ച് മുകളിൽ റെൻ്റ് ഔട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് അതുപോലെ തന്നെ ഒരു ഗാർഡനോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു പച്ചക്കറി എന്തെങ്കിലുമൊക്കെ നടാനൊക്കെ ആണെങ്കിൽ അതിന് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാം സെപ്പറേറ്റ് ആണ്. അതായത് നമുക്ക് മലമ്പുഴയുടെ വാട്ടർ കണക്ഷൻ ആണെങ്കിലും വാട്ടർ നമ്മുടെ കിണർ വെള്ളം ആണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് ആണ്. പിന്നെ ഇതാണ് ഈ ഒരു ഭാഗം നല്ല നമുക്കൊരു വർക്ക് ഏരിയയുടെ സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ കണ്ട് നല്ല റൂഫും ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തൊരു പ്രോപ്പർട്ടിയാണ്. അപ്പം ചില കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതാണ്, അറിയാലോ. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. സ്ഥലം വരുന്നത് നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റി പുത്തൂർ ഭാഗത്താണ് കേട്ടോ. മൊത്തം ഇതിനകത്ത് 5.35 സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ 2500 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. താഴെ ചെയ്തിരിക്കുന്ന അതേ ലെവലിൽ തന്നെയാണ് മുകളിലും ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ താഴത്ത് മാത്രത്തിലൊന്ന് കാണിച്ചു തരാം. ഫുള്ളായിട്ട് അതേ ഇത് തന്നെയാണ് മുകളിലും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് മൊത്തത്തിൽ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,25,00,000 രൂപയാണ് ഓണർ ചോദിക്കുന്നത്. കാരണം ഇവിടെ നല്ല ലാൻഡ് വാല്യൂ ഉള്ള, ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ലാൻഡ് വാല്യൂ ഉള്ള ഏരിയ ആണ്. അപ്പോൾ പിന്നെ 2500 സ്ക്വയർ പുതിയ ബിൽഡിംഗ് ആണ് കേട്ടോ. പുതിയ ബിൽഡിംഗ് ആണ്. വർക്കുകൾ കണ്ടോ, ടൈലും കാര്യങ്ങളൊക്കെ പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്നൊരു ബിൽഡിംഗ് ആണ്. അപ്പം 1.25 ആൾ ചോദിക്കുന്നുണ്ട്. പ്രൈസ് എന്ന് പറയുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് കേട്ടോ. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിച്ച് ഓണറുടെ തന്നെ സംസാരിച്ച് നല്ലൊരു പ്രൈസ് മാറ്റമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല പ്രോപ്പർട്ടി, 4 സൈഡ് കോമ്പൗണ്ട് വാൾ ഉണ്ട്. ഇതിൽ ചെയ്തിരിക്കുന്നത് മൊത്തം സ്റ്റീലിൻ്റെയാണ്. അതുപോലെ തന്നെ ഹാൻഡ് റെയിലും മറ്റ് ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണെല്ലാം ഓപ്പൺ കിച്ചണും കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് ഓണറെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അത് ഈ കാണുന്ന മുതലാണ് നമുക്കൊന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത്. ടൈൽ വർക്കൊക്കെ ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയതാണ്. മെഷീൻസൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ, അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. കണ്ടോ, 2 സൈഡിലും ഓപ്പൺ വെല്ല് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് 3 ഫാമിലിക്ക് താമസിക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. വാട്ടറിൻ്റെ സോഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിൻ്റെ സോഴ്സ് ആണെങ്കിലും കേട്ടോ. ഞാൻ ജസ്റ്റ് മുകളിലത്തെ ഒരു ഫ്ലോറിൽ കാണിച്ചു തരാം. ഏകദേശം താഴെ മുകളിലൊക്കെ ഒരേ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ഇതിലൂടെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ടോ, ഇങ്ങനെ കയറുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്കിതാ നേരെ മുകളിലോട്ട് പോകാം. അതല്ലെങ്കിൽ ഈ ഒരേ ഫാമിലിക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്സ്റ്റെയർ ഉള്ളിലൂടെ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഗ്രാനൈറ്റും കാര്യങ്ങളാണ് കേട്ടോ സ്റ്റെയറിലൊക്കെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നല്ലൊരു ലാൻഡിങ് സ്പേസ് ആണ് ഇത് കാണുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടോ അത്യാവശ്യം നല്ല ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ആ എൻഡ് മുതൽ കണ്ടോ എൻഡ് വരെ നമുക്ക് ബാൽക്കണിയാണ് കേട്ടോ. താഴെ കാണിച്ച് കണ്ടോ, എല്ലാം ഓപ്പൺ കിണറാണ് കേട്ടോ. കണ്ടോ വെള്ളം അത് അപ്പുറത്തെയാണ്, നമ്മുടെ കിണർ ഇതാ കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഓപ്പൺ കിണറും കാര്യങ്ങളുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് വീടിനകത്തൊന്ന് കാണിച്ചു തരാം. LED ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അല്ല ഇതൊക്കെ സ്റ്റീലാണ് കേട്ടോ. ആ ഡോറും കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാം നല്ല സ്റ്റീലിൻ്റെ നല്ല ക്വാളിറ്റി സാധനമാണ്. ടൈലൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല വൃത്തി നീറ്റായി ചെയ്തിട്ടുണ്ട്. ഒരു ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല പക്ഷേ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ചൂടൊക്കെ ഭയങ്കര കുറവായിരിക്കും. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലിവിങ് ഹാളാണ്. ഈ ലിവിങ്ങും അതുപോലെ തന്നെ നമുക്കൊരു ഡൈനിങ് സ്പേസും അതുപോലെ തന്നെ നമ്മുടെ ഒരു കിച്ചണും എല്ലാം ഒരു ഓപ്പൺ ടൈപ്പിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടോ. ഒരു വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വെന്റിലേഷൻ ആയിട്ടുള്ള നല്ല വിൻഡോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ഓപ്പൺ കിച്ചൺ വരുന്നത് കേട്ടോ. നല്ല ഇൻറ്റീരിയൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഡബിൾ കോട്ടിങ്ങിലുള്ള ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. പിന്നെ നമുക്ക് EV വാഹനങ്ങളൊക്കെ ചാർജ് ചെയ്യാനൊക്കെ ചാർജിങ് പോയിൻ്റൊക്കെ താഴത്തുണ്ട് കേട്ടോ. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വർക്ക് ഏരിയ പോർഷനാണ്. ഇനി ആ വർക്ക് ഏരിയ സെപ്പറേറ്റ് മറക്കണവർക്ക് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാമല്ലോ. അല്ല കബോർഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് അതുപോലെ തന്നെ നമുക്കൊരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലും വയ്ക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫ്രിഡ്ജ് ആണെങ്കിൽ ഈ ഒരു ഭാഗത്തും വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ള പോർഷനൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് പിന്നെ വരുന്നതായി ഞാൻ കാണിച്ചുതരാം. നമുക്കിനകത്ത് മൊത്തം 2 ബെഡ്റൂമാണ് മുകളിൽ വരുന്നത്. ഇത് കണ്ടോ, നമുക്കൊരു ബുക്കൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കബോർഡ് വർക്കായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. നല്ലൊരു ഫ്ലവറോ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ടാവും. ഇത് നമുക്കൊരു 12x12 സൈസിലാണ് നമുക്ക് ഇത് എന്ത് ചെയ്യുന്നത് ബെഡ്റൂം സൈസ് വരുന്നത് കണ്ടോ. 12x12 സൈസിലാണ് ബെഡ്റൂം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് കണ്ടോ. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഡ്രസ്സിങ് ടേബിൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാൾഡ്രോപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതേ രീതിയിൽ തന്നെയാണ്, അത് 12x12 സൈസിൽ തന്നെയാണ് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നത് കേട്ടോ കണ്ടോ. സെയിം അതേ വലിപ്പത്തിലുള്ള ബെഡ്റൂം സ്പേസാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് വാൾഡ്രോപ്പും അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിങ് യൂണിറ്റ് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നത്. അപ്പോൾ ഈ മുകളിൽ കണ്ട ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് എന്തുള്ളത് താഴത്തും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാൻ രണ്ടും സെപ്പറേറ്റ് കാണിക്കാത്തത് കൊണ്ടാണ്. നമുക്കിപ്പോൾ ഈ പ്രോപ്പർട്ടിക്കകത്ത് ഇത് എന്താണോ കാണുന്നത് ഇതേ ലെവലിൽ തന്നെയാണ് നമുക്ക് താഴത്തും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ 2500 സ്ക്വയർ ഫീറ്റ്. താഴെ ഒരു ഫാമിലിക്ക് താമസിക്കാം, മുകളിലൊരു ഫാമിലിക്ക് താമസിക്കാം. ഇതിനകത്തുണ്ട് ഇവിടെ ഒരു ഓപ്പൺ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് മുകളിലോട്ട് കയറ്റണമെങ്കിൽ ആ സ്റ്റെയറിലൂടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ശരിക്കും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ താഴത്തുനിന്ന് അങ്ങനെ പിക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിതിൻ്റെ മുകളിലേക്കൊന്ന് കയറി കാണിച്ചു തരാം കേട്ടോ. ഇനി ഓപ്പൺ ടെറസിലോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ നല്ല താഴെ 2 ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ട് 2 ടാങ്കും കാര്യങ്ങളും എല്ലാ രീതിയിലും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നുണ്ട് സ്പേസ് കണ്ടോ. പാലക്കാട് പുത്തൂർ ഭാഗമാണ്. ശരിക്ക് ബസ് സർവീസൊക്കെ പോകുന്നത് ആ വീടിൻ്റെ ഫ്രണ്ടിലൂടെയാണ് കേട്ടോ. അങ്ങനെ വരെ ആ വീട് അത് ബിൽഡിംഗ് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്ത് കൂടെയൊക്കെയാണ് നമുക്ക് ബസ് സർവീസൊക്കെ വരുന്നത്. ഇനി ആദ്യത്തെ ലൊക്കേഷൻ ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടോ, നേരെ ഫ്രണ്ടിലുള്ള റോയൽ പാർക്കാണ്, നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓണർ നമ്പർ ഞാൻ ഇതിനകത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. നോക്കാൻ പറ്റാത്തവരാണെങ്കിൽ വരുന്ന സമയത്ത് ആ ഫ്ലക്സ് ഉണ്ട്, അതിനകത്ത് നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓണറെ. അല്ല ചില ആൾക്കാർക്ക് നമ്മളുടെ വീഡിയോയിൽ നമ്പർ പോരാ, അവർക്ക് നേരിട്ട് ബന്ധപ്പെടണമെന്നൊക്കെ ഉണ്ടാവുകയും. അപ്പോൾ നമ്പർ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് ഓണറെ തന്നെ സംസാരിക്കാം. നല്ലൊരു പ്രൈസിന് തന്നെ വാങ്ങിച്ചെടുക്കാം കേട്ടോ. വില നെഗോഷ്യബിൾ ആണേ. ഓക്കെ, പുതിയൊരു വീഡിയോസായിട്ട് കാണാം. പുതിയ വീഡിയോക്കായിട്ട് ഒന്ന് അക്കൗണ്ടൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക് കേട്ടോ.